അയ്യോ ഗൗരി, നീ കരയല്ലേ? ദേവൻ കാറൊരു ഭാഗത്തേക്ക് പാർക്ക് ചെയ്തു. ദേ, കരയല്ലേ ഗൗരി. അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നാൽ പറ, എന്തിനാ ഇങ്ങനെയൊരു വിവാഹം? അതും ഒറ്റ രാത്രി കൊണ്ട് എന്നെ സ്നേഹിച്ചു എന്നൊക്കെ. സത്യമാണ് ഗൗരി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പിന്നെ നിന്റെ ലാബ് സ്കിൽ എനിക്ക് ഇഷ്ടമായി. നിന്നെപ്പോലെ ഒരാൾ എൻ്റെ പാർട്ട്ണർ ആവുകയാണെങ്കിൽ എനിക്ക് ഒരു കൈസഹായമാകും. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ദേവനെ നോക്കി. സത്യാണോ? അവൾ ചോദിച്ചു. അതെ, സത്യം. എന്നാ പോകാം. ദേവൻ കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്നും പോയി. ഗൗരി, ആ, ഈ വിവാഹത്തിന് സമ്മതിക്കുമോ? എനിക്ക് പേടിക്കണ്ട. അവൻ്റെ വാക്കുകളിൽ അവൾ വിശ്വസിച്ചു. സമ്മതം, അവൾ പതിയെ പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ദേവൻ അവളെ നോക്കി. താങ്ക്സ്. എന്തിനാ താങ്ക്സ് ഒക്കെ? ഇരിക്കട്ടെ, ദേവൻ പറഞ്ഞു. എങ്കിൽ നാളെ തന്നെ ഞങ്ങൾ ഫാമിലിയായി വരും. നിന്റെ ഫാമിലിയിൽ ആരൊക്കെയാണെന്ന് വെച്ചാൽ വിളിച്ചേരെ. എനിക്ക് ഫാമിലി എന്ന് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ. ഓ, അവൾ ദേവൻ്റെ കൂടെ വരുന്നത് കണ്ട് അമ്മ അവരെ തന്നെ നോക്കി നിന്നു. മോനെ, കയറുന്നില്ലേ? ഇല്ലമ്മേ, കാര്യങ്ങളെല്ലാം ഗൗരിയോട് പറഞ്ഞിട്ടുണ്ട്. ദേവൻ അവിടെ നിന്നും പോയി. കാറിൽ കയറിയതും ദേവൻ്റെ സ്വഭാവം മാറി. ഓ, അവളുടെ ഒരു പൂങ്കണ്ണീര്. കാറിലിരുന്ന കാർ ഷീറ്റും അവൻ വലിച്ചു പുറത്തേക്കിട്ടു. ഇത് കണ്ട് റോഡിലുള്ളവർ അവനെ തന്നെ നോക്കി. നേരെ ആ കാറ് പോയത് പുതിയ കാർ ഷീറ്റ് ഇടാനായിരുന്നു. എന്താ ദേവൻ സാർ, ഷീറ്റ് എവിടെ? ഒരു പട്ടി വണ്ടിയിൽ കയറി, എന്നിട്ട് ആകെ വൃത്തികേടാക്കി. ഓ, കാർ വർക്ക്ഷോപ്പുകാരൻ ആ ഷീറ്റിന് പകരം മറ്റൊരു ഷീറ്റ് ഇട്ടുകൊടുത്തു. അത്രയും അവൻ ഗൗരിയെ വെറുത്തിരിക്കുന്നു. അന്ന് രാത്രി നന്ദിനി ഗൗരിയുടെ അടുത്തേക്ക് വന്ന് തിരക്കി. മോളെ, എന്താ കാര്യം? അത് പിന്നെ വിവാഹകാര്യങ്ങൾ തീരുമാനിക്കാൻ അവർ നാളെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന്. മോളെ, നീ സമ്മതം മൂളിയോ? നന്ദിനി തിരക്കി. അമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ അവരല്ലേ നമ്മളെ സഹായിച്ചത്. മോളെ, ഈ വീട്ടിലേക്ക് അവരുടെ ഫാമിലി എങ്ങനെയാ? സാരമില്ല, ഇതെല്ലാം കണ്ടിട്ടല്ലേ അവർ ആലോചനയുമായി വന്നത്. നന്ദിനി ഗൗരിയുടെ തലയുയർത്തി അവളുടെ മുഖത്തോട് ചേർത്തു. മോളെ, നിനക്ക് വിഷമം എന്തേലും? ഏയ് ഇല്ലമ്മേ, എന്ത് വിഷമം? മോളെ, ആരും മാറിയിട്ടില്ല. ദേവിക പഴയ ദേവിക തന്നെയാണ്. അമ്മ എന്തൊക്കെയായി പറയുന്നത്? ദേവികയെ പറ്റി? ആൻറ്റിയെ പറ്റിയോ? അതെ, അവൾ മനസ്സിൽ പലതും ഉറപ്പിച്ചിട്ടാവും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നത്. നിനക്ക് പണം തന്നപ്പോൾ ഞാൻ കരുതി അവൾ മാറിയിട്ടുണ്ടാകുമെന്ന്. എന്നാൽ എനിക്ക് തെറ്റി. അവൾ ആ പണത്തിന് പകരം നിന്നെ ചോദിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഗൗരി ഒന്നും അറിയാതെ അവളുടെ സംസാരം ശ്രദ്ധയോടെ കേട്ടു. അന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ദേവിക നന്ദിനിയെ ഫോൺ ചെയ്ത് വിളിക്കുന്നത്. നാളെ നന്ദിനിയോടും ഗൗരിയോടും മാൻഷനിലേക്ക് വരാനായിരുന്നു പറഞ്ഞിരുന്നത്. അമ്മ, ദേവിക മാം എന്താ പറഞ്ഞേ? ഗൗരി തിരക്കി. നാളെ അങ്ങോട്ട് ചെല്ലാൻ. അങ്ങോട്ടേക്കോ? അതെ, അവരുടെ ആളുകളൊക്കെ ഉണ്ടാകുമെന്നാ പറഞ്ഞത്. അവൾ ഒന്നും മിണ്ടിയില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ദേവൻ്റെ അമ്മ അവരെ മാൻഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. മംഗളമായി കാര്യങ്ങളെല്ലാം നടന്നു. ഇങ്ങനെ ആ ആലോചനയിൽ ബന്ധുക്കൾക്ക് മുറുമുറുപ്പുണ്ടെങ്കിലും ദേവികയുടെ കയ്യിൽ അതിനുള്ള മറുപടിയും ഉണ്ടായിരുന്നു. അന്ന് തന്നെ ചെറിയ രീതിയിൽ ദേവൻ്റെയും ഗൗരിയുടെയും മോതിരമാറ്റം നടന്നു. നിറകണ്ണുകളോടെയാണ് ഗൗരി അതെല്ലാം ചെയ്യുവാൻ നിന്നിരുന്നത്. നന്ദിനിയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. മകൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് കരുതി നന്ദിനിയും സന്തോഷിച്ചു. വിവാഹം ഈ വരുന്ന 25-ന് നടത്താം. ഗൗരി ഒരു ഞെട്ടലോടെ അത് കേട്ടു. നന്ദിനിയുടെ മുഖവും മാറി. ദേവിക നന്ദിനിയെ ചേർത്ത് പിടിച്ചു. എന്തിനാ വിഷമിക്കുന്നത്? നന്ദിനിയുടെ ചോദ്യം കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത സങ്കടമായിരുന്നു. വിഷമിക്കേണ്ട, എല്ലാ ചിലവും ദേവൻ നോക്കിക്കോളും. മകളെ പറഞ്ഞയക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാ. നന്ദിനി, നീ വാ. ദേവിക നന്ദിനിയും കൂടി മുകളിലേക്ക് ചെന്നു. അലമാരയിൽ നിന്നും കുറച്ച് പെട്ടികൾ പുറത്തേക്ക് വെച്ചു. ഇതെല്ലാം എൻ്റെ മരുമകൾക്കായി ഞാൻ മാറ്റിവെച്ചതാണ്. വിവാഹത്തിൻ്റെ അന്ന് ഒരുക്കാൻ ആൾ വരുമ്പോൾ തന്നേക്കാം. നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പെട്ടെന്നുള്ള വിവാഹ നിശ്ചയവും തീയതി കുറിക്കലും ഗൗരിയെ വല്ലാതെയാക്കി. താൻ പോയാൽ അമ്മയ്ക്ക് ആരുണ്ട് എന്ന തോന്നലായിരുന്നു കൂടുതലും. വീട്ടിലേക്ക് ചെന്നതും അവൾ വേഗം കുളിക്കാൻ കയറി. തൻ്റെ സങ്കടം അമ്മ കണ്ടുകൂടാ. അവൾ ബാത്റൂമിൽ കയറി അവളുടെ വിരലിലേക്ക് തന്നെ നോക്കി. അല്പം വലുപ്പമുണ്ട് ആ മോതിരം. അവളുടെ കൈകൾക്ക് ലൂസാണ്. ദിവസങ്ങൾ കടന്നുപോയി. നാളെയാണ് ഗൗരിയുടെയും ദേവൻ്റെയും വിവാഹം. കല്യാണത്തലേന്ന് ദേവൻ അമ്മയുടെ റൂമിലേക്ക് കയറി ചെന്നു. അമ്മേ,
വാ മോനെ വാ. എന്തേ തിരക്കൊക്കെ കഴിഞ്ഞോ? ആ, ഞാനൊരു കാര്യം പറയാൻ. എന്ത് കാര്യം? അമ്മ ഇനി ഇതിൽ സൈൻ ചെയ്യുമോ? അവൻ അമ്മയ്ക്ക് നേരെ ആ എഗ്രിമെൻ്റ് നീട്ടി. ദേവിക അത് വാങ്ങി. ഒപ്പിടാം, ഇപ്പോഴല്ല, വിവാഹം കഴിഞ്ഞിട്ട്. അതുവരെ ഇതെൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. ആ മുദ്രപത്രം ദേവിക വാങ്ങി വെച്ചു. വേറെ എന്തേലും ഉണ്ടോ ദേവാ? അവനൊന്നും മിണ്ടാതെ റൂമിൽ നിന്നും ഇറങ്ങി. മോനെ ദേവാ, ഞാൻ നിന്റെ അമ്മയാണ്. നിന്റെ വിളച്ചിലൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. ദേവിക മനസ്സിൽ പറഞ്ഞ് ചിരിച്ചു. അമ്മയുടെ കാര്യങ്ങൾ ആലോചിച്ച് കരച്ചിലാണ് നമ്മുടെ ഗൗരി. ഗൗരിയുടെ വീട്ടിലും ആളുകളുണ്ട്. അവളുടെ മുഖത്തെ സങ്കടം നന്ദിനിയെ വല്ലാതെയാക്കി. എന്താ മോളെ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. പറഞ്ഞു തീരും മുന്നേ കണ്ണുനീർ നന്ദിനിയുടെ കാലിൽ ഉറ്റി വീണു. അയ്യേ, എൻ്റെ മോള് കരയുവാണോ? നന്ദിനി അവളുടെ തലയുയർത്തിക്കൊണ്ട് ചോദിച്ചു. നന്ദിനി റൂമിൻ്റെ വാതിലടച്ചുകൊണ്ട് അവളെ അടുത്തേക്ക് വന്നിരുന്നു. മോൾ എന്തിനാ വിഷമിക്കുന്നത്? ഇപ്പോഴാ അമ്മയ്ക്കും ഒരു സമാധാനമായത്. മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പോവല്ലേ? നന്ദിനിയുടെ സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ ഗൗരിയുടെ വീട്ടിലേക്കുള്ളവർ പോകുവാൻ വേണ്ടി മാൻഷനിലെ കാർ എത്തി. ഒരുപാടൊന്നും ആളുകളില്ലെങ്കിലും കുറച്ചു പേരുണ്ടായിരുന്നു. ഗൗരിയുടെ ഒരുക്കമെല്ലാം ഹാളിൽ വെച്ചാണ്. അധികം വലയാതെ തന്നെ അവർ വിവാഹപ്പന്തലിലെത്തി. ഗൗരി കാണാൻ അതീവ സുന്ദരിയായിരുന്നു. ദേവൻ അതിനേക്കാൾ സുന്ദരനും. ദേവന്റെ മുഖത്ത് ചിരിയുണ്ടായിരുന്നു. ഇടയ്ക്കെപ്പോഴോ ആ മുഖത്ത് അവളോടുള്ള വെറുപ്പ് പ്രകടമാവുന്നത് പോലെ അവൾക്ക് തോന്നി. ചിലപ്പോൾ മാത്രം. മുഹൂർത്തമായി, എന്നാ താലി കെട്ടാം, പൂജാരി പറഞ്ഞു. ദേവന്റെ കൈകളിലേക്ക് താലി നൽകി. അവളുടെ ഹൃദയം വല്ലാതെ ഇടിച്ചു. ഗണേശ, എൻ്റെ വിവാഹമാണ്, എന്നെ കൈവിടല്ലേ. എന്നാൽ ഗണേശൻ അവൾക്ക് മുന്നിൽ കണ്ണടച്ചു. താലി അവൾക്ക് നേരെ എത്തി. പതിയെ ദേവന്റെ കൈകളിൽ അവളുടെ കഴുത്തിലേക്ക് താലി ചാർത്തി. ഇടയ്ക്കെപ്പോഴോ താലി കെട്ടുമ്പോൾ അവൻ്റെ കൈകൾ അരിശം കൊണ്ട് അവളുടെ തലയിൽ ആഞ്ഞു തട്ടുന്നത് പോലെ അവൾക്ക് തോന്നി. താലി കെട്ടി ദേവൻ അവളെയൊന്ന് നോക്കി. അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. ഗൗരി അവനെ തന്നെ നിറകണ്ണുകളോടെ നോക്കി. അധികം വൈകാതെ അവളെയും കൂട്ടി ദേവൻ മാൻഷനിലേക്കെത്തി. അമ്മയെ ഓർത്തുകൊണ്ട് അവളുടെ ഹൃദയം വല്ലാതെ പിടച്ചു. ഈശ്വര, അമ്മ ഒറ്റയ്ക്ക്. എന്തേലും ആവശ്യം വന്നാൽ. അവൾക്ക് ആ വലിയ വീട് ഒരു തടവറ പോലെ തോന്നി. അമ്മയെ കാണണം. ആ വിവാഹവേഷത്തിൽ തന്നെ അവൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന കാറിൽ കയറി. മേഡം, എങ്ങോട്ടാ? ഡ്രൈവർ തിരക്കി. എൻ്റെ വീട്ടിലേക്ക്. വിറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു. മേഡം, അത് പിന്നെ. താൻ വണ്ടി എടുക്ക്, അവൾ ഉച്ചത്തിൽ പറഞ്ഞു. ആ വണ്ടി അവളെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് ചെന്നു. വിവാഹവസ്ത്രം പോലും മാറാതെ അവളുടെ വരവ് കണ്ട് നന്ദിനിയുടെ ഉള്ളൊന്ന് കത്തി. എന്താ മോളെ? അമ്മ, എനിക്ക് അമ്മയില്ലാതെ. അയ്യേ, ഇങ്ങനെ കരയല്ലേ. ഇനി അമ്മ ഒറ്റയ്ക്കാവുന്നത് എങ്ങനെയാ മോളെ? അമ്മയ്ക്കും മോളും ഒരു മരുമോനുമില്ലേ? ഇല്ലമ്മേ, ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ നിന്നോളാം. മോളെ ഗൗരി, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടാ? അവൾ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. ഇതേ സമയം, മോളെ ഗൗരി, ഗൗരി കുഞ്ഞേ. ഈ കുട്ടി എങ്ങോട്ടാ പോയേ? ദേവിക ആ മെൻഷൻ മുഴുവൻ അവളെ തിരഞ്ഞു. മോനെ ദേവാ, നീ കണ്ടോ? ഇല്ലമ്മേ, ഇവിടെയൊന്നുമില്ല. പിന്നെ ഈ കുട്ടി ഇത് എവിടെ പോയി? നിക്കമ്മേ, ഞാൻ CCTV ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ദേവൻ അതിൽ അവൾ പോകുന്നത് കണ്ടു. അവൻ വേഗം തന്നെ ഡ്രൈവറെ വിളിച്ചു. ഡോ, താൻ എങ്ങോട്ടാ പോയത്? സാർ, മേഡം അമ്മയെ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ. ദേവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ദേവികയെയും കൂട്ടി കാറിൽ ആ വീടിന് മുന്നിൽ ചെന്നിറങ്ങി. അവരെ കണ്ടതും നന്ദിനി അകത്തേക്ക് ക്ഷണിച്ചു. മോൾ എന്ത് പണിയാ കാണിച്ചത്? ഒരു നിമിഷത്തേക്ക് ഉള്ളൊന്ന് കത്തിപ്പോയി. മേഡം, ഇന്നെനിക്ക് അമ്മയില്ലാതെ പറ്റില്ല. അമ്മയ്ക്ക് സമയത്തിന് ഭക്ഷണവും മരുന്നുമെല്ലാം കൊടുക്കണമെങ്കിൽ. ബാക്കി പറയാൻ അവൾക്ക് പറ്റാതെയായി. ദേ ഗൗരി, നീ വിഷമിക്കണ്ട. ഇന്ന് തന്നെ നമുക്ക് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് നന്ദിനിയെ മാറ്റാം. ആൻറ്റി അവിടെ ഒറ്റയ്ക്കാം. ഇന്ന് തന്നെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഏർപ്പാട് ചെയ്യാം. നിന്റെ സമാധാനത്തിന് ഒരു ഹോം നേഴ്സിനെ കൂടി നിർത്താം. പിന്നെ നന്ദിനിക്ക് വേണ്ട പോലെ മാൻഷനിൽ വന്ന് നിൽക്കട്ടെ. അവൾക്ക് ആശ്വാസമായി. നന്ദിനി, അങ്ങനെ ചെയ്യാം അമ്മേ. എനിക്കും ഒരു സമാധാനത്തിന്. നന്ദിനിയും സമ്മതം മൂളി. അധികം വൈകാതെ ഗൗരിയും ദേവനും മാൻഷനിലേക്ക് മടങ്ങി. ഇടയ്ക്ക് വഴിയിൽ വെച്ച് ഗൗരി ദേവനെ നോക്കി. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യം അവൾ കണ്ടു. സാർ, അവൾ ലോലമായി വിളിച്ചു. എന്താ എങ്ങനെ? ദേഷ്യം പോലെ. പിന്നെ ദേഷ്യം വരില്ലേ? നീ എന്ത് പണിയാ കാണിച്ചത്? മാൻഷനിൽ നിന്നും എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് എങ്ങനെയാ നീ പുറത്തേക്ക് വന്നത്? ഞാൻ കള്ളനൊന്നും അല്ലല്ലോ പുറത്തേക്ക് കണ്ണുവെട്ടിച്ച് വരാൻ. അതൊക്കെ ഓക്കെ.
പിന്നെന്താ? എനിക്ക് സൈൻ ചെയ്ത് തരാതെ പോയാൽ എങ്ങനെയാ? ഏ? അവൾ ഞെട്ടലോടെ ചോദിച്ചു. സൈൻ? എന്ത് സൈൻ? ഏ? സൈനെന്ന് ഞാൻ പറഞ്ഞോ? ദേവൻ ഒന്നും അറിയാതെ പോലെ ചോദിച്ചു. സാർ ഇപ്പോൾ എന്തോ പറഞ്ഞു? ഏയ്, അത് ഓഫീസിലെ ചിന്ത വന്നിട്ടാ. ദേവൻ ഒരു ദീർഘനിശ്വാസം വലിച്ചു വിട്ടു. അധികം വൈകാതെ അവർ മാൻഷനിലെത്തി. അവൾ ദേവൻ്റെ റൂമിലേക്ക് കയറി. ഇടയ്ക്ക് ദേവൻ്റെ കഴുകൻ കണ്ണുകൾ അവളുടെ ചലനങ്ങൾ നിരീക്ഷിച്ചു. ഗൗരി, ഒരു കാര്യം പറയാനുണ്ട്. എന്താ സാർ? ദേ, ആ ചെയർ എൻ്റെയാ, അതിൽ ഇരിക്കരുത്. ദേ, ആ ബെഡ് എൻ്റെയാ, അതിൽ കിടക്കരുത്. എന്ത്? നിക്ക്. ദേവൻ കബോർഡ് തുറന്ന് അവൾക്ക് നേരെ പേന നീട്ടി. എന്താ? അവൾ സംശയത്തോടെ തിരക്കി. ഒപ്പിട്. എന്തിന്? ഇട്. നമ്മുടെ വിവാഹം കഴിഞ്ഞതിനുള്ള രേഖ. അത് മണ്ഡപത്തിൽ വെച്ച് ഇട്ടതല്ലേ. ഇത് എൻ്റെ ഒരു ധൈര്യത്തിന്. അവൾ അവനെ വിശ്വസിച്ചുകൊണ്ട് അതിൽ ഒപ്പിട്ടു. പിന്നീട് ദേവൻ ഒരു അട്ടഹാസമായിരുന്നു.